ഡക്കോയിറ്റ് എ ലവ് സ്റ്റോറി ഷനീൽ ഡിയോ സംവിധാനം ചെയ്ത് അടിവിശേഷ്, മൃണാൾ ഠാക്കൂർ എന്നിവർ പ്രധാന വേഷത്തിൽ വന്ന ഒരു പടമാണ് ഇന്ന് ഈ തെലുഗു ആക്ഷൻ റൊമാന്റിക് ഡ്രാമ സിനിമയെ കുറിച്ച്. ഒരു തടവുകാരൻ തന്റെ പഴയ പ്രണയിനിയോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി ജയിലിൽ ചാടുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ പടം പറയുന്നത്. ഒരു ആവറേജ് ആക്ഷൻ ഡ്രാമയാണ് ഡക്കോയിറ്റ്. കുറേയധികം ക്ലീഷേകളൊക്കെ ഉണ്ടെങ്കിലും ഒരു വൺ ടൈം വാച്ചബിൾ അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. അടിവിശേഷ് എനിക്ക് ഇഷ്ടമുള്ള ഒരു നടനാണ്. പുള്ളിയുടെ മിക്ക സിനിമകളും എന്തെങ്കിലുമൊക്കെ ഘടകങ്ങൾ കൊണ്ട് എനിക്ക് വർക്ക് ആകാറുണ്ട്. ഇതിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് എന്ന് പറയാം. കുറെ കാര്യങ്ങൾ വളരെ രസകരമായിട്ടും ത്രില്ലിംഗ് ആയിട്ടും തന്നെ അനുഭവപ്പെട്ടു. പ്രത്യേകിച്ച് നായകനും നായികയും തമ്മിൽ തീരുമാനിച്ച് പ്ലാനിട്ട് പടത്തിന്റെ ഒരു ക്രൂഷ്യൽ പോയിന്റിൽ ഒരു പോക്കുണ്ട്. അത് കൊള്ളാമായിരുന്നു. അതാണ് പടത്തെ എൻഗേജിങ്ങും ത്രില്ലിംഗുമായിട്ട് കൊണ്ടുപോകുന്നത്. തുടക്കത്തിലെ ഒരു എസ്കേപ്പ് സീനൊക്കെ നൈസ് ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം മാസ്, ടിപ്പിക്കൽ ആക്ഷൻ, ഡാൻസ്, പ്രണയം ഇതൊക്കെ തന്നെയാണ് പടത്തിലുള്ളത്. പ്രത്യേകിച്ച് പ്രേമം തുടക്കത്തിലൊക്കെ കുറച്ച് ക്രിഞ്ച് ലെവൽ തോന്നിപ്പിച്ചായിരുന്നു. പക്ഷെ ആ പ്രണയത്തിന് പോകെ പോകെ ഒരു ഇന്റൻസിറ്റി ഉണ്ടാവുന്നുണ്ട്. അതങ്ങനെ വർക്കായി മാറി എന്ന് പറയാം. അടിവിശേഷ് ആസ് യൂഷ്വൽ ഒരു ടിപ്പിക്കൽ ആക്ഷൻ ഹീറോ എന്ന രീതിയിലാണ് ആദ്യം തോന്നിച്ചതെങ്കിലും ക്ലൈമാക്സ് ഒക്കെ കൊണ്ട് കുറച്ച് ഡിഫറെന്റ് ആകാനുള്ള ഒരു ശ്രമം കൂടി ഉണ്ടായിരുന്നു. നല്ല പ്രകടനമായിരുന്നു പുള്ളിയുടേത്. അതുപോലെ നായിക പ്രാധാന്യമുള്ള ഒരു സിനിമയാണിത്. മൃണാൾ ഠാക്കൂർ കിടുവായിട്ട് ആ റോൾ ചെയ്തിട്ടുമുണ്ട്. അനുരാഗ് കശ്യപിന്റെ രാംബാബു എന്ന പോലീസുകാരൻ കഥാപാത്രം പുള്ളിക്ക് ഒരു ടൈലർ മെയ്ഡ് റോളായിട്ടാണ് തോന്നിയത്. പിന്നെ പ്രകാശ് രാജ്, അതുൽ കുൽക്കർണി, സുനിൽ എന്നിവരൊക്കെ പടത്തിലുണ്ടെങ്കിലും ഇവർക്കൊന്നും കാര്യമായിട്ട് പടത്തിൽ ചെയ്യാനില്ല. ടെക്നിക്കലി മികച്ച ഒരു സിനിമയാണിത്. ക്യാമറ കൊള്ളാമായിരുന്നു. അതുപോലെ എഡിറ്റിംഗ്, ചില കട്ട്സ് മിക്സ് ചെയ്തേക്കുന്നതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു. മ്യൂസിക് ഒക്കെ ഒരു ഓക്കെ ഫീൽ ആണ് തന്നത്. ലോജിക്കൽ ഇഷ്യൂസ് ഇഷ്ടം പോലെയുള്ള ഒരു പടമാണിത്. പല കാര്യങ്ങളും അങ്ങോട്ട് വിശ്വസിക്കാൻ പ്രയാസമുള്ള രീതിയിലാണ് അവതരിപ്പിച്ചേക്കുന്നത്. പോലീസ് കഥാപാത്രങ്ങൾക്ക് തോന്നുന്ന സഹതാപമൊന്നും അത്ര കൺവിൻസിംഗ് ആയിട്ട് അനുഭവപ്പെട്ടില്ല. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തുടങ്ങി വലിയ പ്രശ്നമൊന്നുമില്ലാതെ അത്യാവശ്യം ത്രില്ലൊക്കെ അടുപ്പിച്ച് മുമ്പോട്ട് പോയെങ്കിലും കഥ മുമ്പോട്ട് പോകുമ്പോൾ സ്ക്രിപ്റ്റ് കൈവിട്ട് പോയ പോലെയാണ് തോന്നിയത്. സോ സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചെങ്കിലും വീക്ക് ആയിട്ട് അവസാനിപ്പിച്ചതുപോലെയാണ് മൊത്തത്തിൽ ഫീൽ ചെയ്തത്. സോ മൊത്തത്തിൽ ഒരു ആവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് ഡക്കോയിറ്റ് എന്ന പടം പേഴ്സണലി തോന്നിയത്. പടം നിങ്ങൾക്ക് ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിൽ കാണാം. 2.5 മണിക്കൂറാണ് സിനിമയുടെ ലെങ്ത്. തെലുഗു, തമിഴ് എന്നിവയോടൊപ്പം മലയാളം ഡബിങ്ങും അവൈലബിൾ ആണ്. ഞാൻ മലയാളവും തമിഴും മാറിയാണ് കണ്ടത്. കാരണം സബ്ടൈറ്റിൽ കാണിക്കുന്നതും മലയാളം ഡയലോഗ്സും കുറെ വ്യത്യാസം ഇടയ്ക്ക് ഫീൽ ചെയ്തായിരുന്നു. 18+ ഒന്നുമല്ല. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.